ഹായ്, ഞാൻ അദീപ്. റിയൽമി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ നാർസോ സീരീസിൽ നാർസോ 50i എന്നുള്ളൊരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതാണ് റിയൽമി നാർസോ 50i വരുന്ന ബോക്സ്. ഒരു ബ്ലൂ കളർ ബോക്സിലാണ് റിയൽമി ഈ ഫോൺ നമുക്ക് തന്നിരിക്കുന്നത്. ബോക്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 2GB 32GB മിൻറ്റ് ഗ്രീൻ വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഫോൺ കൂടാതെ ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് നോക്കുകയാണെങ്കിൽ സിം എജക്ടർ ടൂള്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആൻഡ് വാറണ്ടി കാർഡ്, ചാർജിങ് അഡാപ്റ്റർ, പിന്നെ ഒരു USB ചാർജിങ് കേബിള്, മൈക്രോ USB കേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫോണും വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഈ ഫോൺ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് കളർ വേരിയൻറ്റിൽ മാത്രമാണ് നിലവിൽ വരുന്നത്. ഒന്ന് കാർബൺ ബ്ലാക്ക് എന്നുള്ള കളർ വേരിയൻറ്റും പിന്നെ നമ്മുടെ കയ്യിലുള്ള മിൻറ്റ് ഗ്രീൻ എന്നുള്ള കളർ വേരിയൻറ്റും. ഈ കളർ വേരിയൻ്റാണ് കുറച്ചും കൂടി കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ റിയൽമി ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഫോൺ നൽകിയിട്ടുള്ളത്. ഫോണിൻ്റെ ബാക്ക് സൈഡായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ ക്യാമറ സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ സിംഗിൾ ക്യാമറയാണ് വരുന്നത്, പിന്നെ ഒരു LED ഫ്ലാഷും, പിന്നെ ബാക്ക് സൈഡായിട്ട് ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിയൽമി പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ്, റിയൽമി നാർസോ 50i എന്നുള്ള പേരിൽ. ഈ ഫോണിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. റിയൽമി ഇതിന് മുമ്പ് ലോഞ്ച് ചെയ്ത റിയൽമി C11, റിയൽമി C21 ഈ ഫോണില്ലേ ആ സെയിം ഫോൺ തന്നെയാണ് റിയൽമി നാർസോ 50i എന്നുള്ള ഈ ഒരു പുതിയ ഫോണും. റീബ്രാൻഡ് ചെയ്തിട്ടാണ് ഈ ഫോൺ ഇപ്പോൾ റിയൽമി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഫോണിൻ്റെ സെറ്റിങ്സിൽ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിവൈസ് നെയിം കാണിക്കുന്നത് റിയൽമി C11 2021 എന്നാണ്. ഒരേ ഫോൺ പല പേരിലാണ് റിയൽമി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫോണിൻ്റെ ബാക്ക് പാനലിൽ മാത്രമാണ് ഡിഫറൻസ് റിയൽമി കൊണ്ടുവന്നിട്ടുള്ളത്, ബാക്കിയെല്ലാം സെയിം ആണ്. ഫോണിൻ്റെ ഫിസിക്കൽ ഓവറി നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പ്രൈമറി മൈക്രോഫോൺ, ചാർജിങ് പോർട്ട് എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം. 6.5 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 88.7% ആണ് ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. 400 nits ആണ് ഇതിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേക്ക് കോർണിംഗ് ഗൊറില്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം റിയൽമി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ വരുന്ന പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് റിയൽമി മെൻഷൻ ചെയ്തിട്ടുള്ളത്. പ്രോസസ്സറിൻ്റെ നെയിം റിയൽമി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ബോക്സിലും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ വരുന്ന റാം ടൈപ്പ് നോക്കുകയാണെങ്കിൽ LPDDR4X റാം ടൈപ്പാണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ യൂഷ്വലായിട്ട് വരുന്ന eMMC സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. പിന്നെ ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 വരുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ 1-2 പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ കോൾ, കോൺടാക്ട്സ്, മെസ്സേജിനൊക്കെ ഗൂഗിളിൻ്റെ ആപ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഫോൺ ഒരു മിനി പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറൊരു ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5000 mAh വരുന്നതുകൊണ്ട് ഫോൺ ഹെവി ആണോ ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഇത്. 195 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ വരുന്ന ക്യാമറയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 8 MP ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 5 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ ക്വാളിറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഈ ഫോൺ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതികളൊക്കെ ഈ ഫോണിലുണ്ട്. പിന്നെ ഈ ഫോൺ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അടുത്തത് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ 2GB 32GB വേരിയൻറ്റിന് 7499 രൂപയും 4GB 64GB വേരിയൻറ്റിന് 8999 രൂപയുമാണ് വരുന്നത്. ഓവറോൾ ഈ ഫോണിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ റിയൽമി ആൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ള റിയൽമി C11, റിയൽമി C21 ഒരു റീബ്രാൻഡഡ് ഫോണാണ് ഈ 50i എന്നുള്ള മോഡൽ. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ റിയൽമി കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെക്സ് വൈസ് നോക്കുകയാണെങ്കിൽ സെയിം സ്പെക്സ് ആണ് വരുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ബഡ്ജറ്റ് ഡിവൈസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിയൽമി C11 അല്ലെങ്കിൽ റിയൽമി C21 അല്ലെങ്കിൽ നാർസോ 50i ഈ 3 ഫോൺസും സെയിം ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ ചൂസ് ചെയ്യാം. പിന്നെ പ്രൈസും നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് കുറഞ്ഞ ഫോൺ എടുക്കുക, കാരണം ബഡ്ജറ്റ് ഫോണാണ്. ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഈ 3 ഫോൺസിൽ ഏതാണോ കിട്ടുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.